നാളെ തിങ്കളാഴ്ച സഫല ഏകാദശി വളരെ പുണ്യകരമായ ദിവസമാണ്. മാർഗശീർഷ ബഹുള ഏകാദശിയെ സഫല ഏകാദശി എന്ന് വിളിക്കുന്നു. ഇത് തിങ്കളാഴ്ചയോടൊപ്പം വരുന്നത് വളരെ സവിശേഷമാണ്. ഈ ദിവസം ശിവനെയും കേശവനെയും പ്രത്യേകമായി പൂജിക്കാറുണ്ട്. തിങ്കളാഴ്ച പരമേശ്വരൻ വളരെ പ്രിയപ്പെട്ട ദിവസമാണ്. അതുപോലെ ഏകാദശി വിഷ്ണുവിന് വളരെ പ്രിയപ്പെട്ട ദിവസമാണ്. ഇങ്ങനെ തിങ്കളാഴ്ചയും ഏകാദശിയും ഒരുമിച്ച് വന്നാൽ ആ ദിവസം ശിവനും കേശവനും വളരെ പ്രിയപ്പെട്ട ദിവസമായി മാറും. അതിനാൽ ഈ ദിവസം വീട്ടിലെ സ്ത്രീകൾ മറക്കാതെ ഓർമ്മിച്ചുകൊണ്ട് ഈ കറി ഉണ്ടാക്കിയാൽ മതി. എല്ലാവരും ഇന്ന് ഈ കറി കഴിച്ചാൽ മതി. കഷ്ടപ്പാടുകൾ മാറും, കോടികൾ ഒഴുകിയെത്തും, അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കും, മഹാപുണ്യം ലഭിക്കും, ശിവകേശവന്മാരുടെ അനുഗ്രഹവും ലഭിക്കും. നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ ഗൃഹനാഥകൾ ഈ കാര്യം വളരെ വളരെ ശ്രദ്ധയോടെ ഓർമ്മിക്കുക. കാരണം വീട്ടിലെ ശ്രീ മഹാലക്ഷ്മി എന്നാൽ സ്ത്രീകൾ തന്നെയല്ലേ. അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അവർ പാചകം ചെയ്യുന്ന വിഭവങ്ങൾ, അവർ സമർപ്പിക്കുന്ന നിവേദ്യങ്ങൾ ആ വീടിന് മുഴുവൻ ശുഭമോ അശുഭമോ നൽകിക്കൊണ്ടിരിക്കും. നമ്മൾ പാചകം ചെയ്യുന്ന കറികൾക്ക് നമുക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളുമായോ ലാഭങ്ങളുമായോ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. നമ്മുടെ മുതിർന്നവരും ഋഷിമാരും കറികളെക്കുറിച്ച് ഒന്നും പറയാതിരുന്നിട്ടില്ല. ഏത് തിഥിയിൽ ഏത് കറി കഴിക്കണം, ഏത് കഴിക്കരുത് എന്ന് നമുക്ക് വ്യക്തമായി ശാസ്ത്രങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഏത് ആഹാരമാണോ കഴിക്കുന്നത്, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഗ്രഹ സ്ഥിതിഗതികൾ എന്നിവയും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ഏകാദശി ദിവസം ചിലതരം പച്ചക്കറികൾ കഴിച്ചാൽ സാക്ഷാൽ ലക്ഷ്മിദേവി നമ്മുടെ വീട്ടിലേക്ക് കടന്നുവരും. കഷ്ടപ്പാടുകളെല്ലാം മാറി കോടികൾ സമ്പാദിക്കാനുള്ള യോഗം ഉണ്ടാകും. അതേസമയം ചില പച്ചക്കറികൾ അബദ്ധത്തിൽ കഴിച്ചാൽ പോലും ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് വഴിയാധാരമാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് മുതിർന്നവർ പറയുന്നു. അപ്പോൾ നാളെ ഏകാദശി ദിവസം നിങ്ങൾ തീർച്ചയായും പാചകം ചെയ്ത് കഴിക്കേണ്ട പച്ചക്കറികൾ എന്തൊക്കെയാണ്, ഏത് പച്ചക്കറി കഴിച്ചാൽ എന്ത് ഫലം ലഭിക്കും, അതുപോലെ അബദ്ധത്തിൽ പോലും കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറികൾ എന്തൊക്കെയാണെന്നും വളരെ വിശദമായി നമുക്ക് മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, ഈ വീഡിയോ എവിടെയും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം ഇതിൽ പറയുന്ന ഓരോ കാര്യവും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കമന്റ് ബോക്സിൽ ഓം നമഃ ശിവായ ജയ് ശ്രീമന്നാരായണ എന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ച് ഞങ്ങളെ പിന്തുണയ്ക്കുക. ആദ്യം ഇന്നത്തെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞാൽ, തിങ്കളാഴ്ച ശിവൻ പ്രിയപ്പെട്ടതാണ്. അതുപോലെ ഏകാദശി തിഥി വിഷ്ണുവിന് വളരെ പ്രിയപ്പെട്ടതാണ്. തിങ്കളാഴ്ചയും ഏകാദശിയും ഒരുമിച്ച് വരുന്ന ഈ ദിവസം സോമവാസം അനുഷ്ഠിച്ച് വിഷ്ണുവിനെ പൂജിക്കുന്നത് എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കും. എന്നാൽ എല്ലാവർക്കും ഉപവാസം അനുഷ്ഠിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയുള്ളവർ കുറഞ്ഞത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ പോയി ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. ശിവൻ അഭിഷേകം ചെയ്താലും വിഷ്ണുവിന് തുളസി ദളങ്ങൾ കൊണ്ട് പൂജ ചെയ്താലും, അല്ലെങ്കിൽ കുറഞ്ഞത് വീട്ടിൽ ദൈവത്തിന്റെ ചിത്രത്തിന് മുന്നിൽ ദീപം കൊളുത്തി നമസ്കരിച്ചാലും മതി. ആ ദൈവാനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാകും. ശിവായ വിഷ്ണു രൂപായ ശിവരൂപായ വിഷ്ണവേ എന്ന് മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ ദിവസം ചിലവഴിക്കുന്നത് മനസ്സിന് സമാധാനം നൽകും. ശിവകേശവന്മാരുടെ അനുഗ്രഹം ലഭിക്കും. സഫല ഏകാദശിയുടെ മഹത്വം ശ്രീകൃഷ്ണൻ ധർമ്മരാജാവിന് വിവരിച്ചു കൊടുത്തു. ഒരിക്കൽ ധർമ്മരാജാവ് കൃഷ്ണനോട്, ഓ കൃഷ്ണ, മാർഗശീർഷ് മാസത്തിലെ കൃഷ്ണ പക്ഷത്തിൽ വരുന്ന ഏകാദശിയുടെ പേരെന്താണ്? അത് എങ്ങനെയാണ് ആചരിക്കേണ്ടത്? ദയവായി ഇത് എനിക്ക് വിശദമായി പറഞ്ഞു തരൂ എന്ന് വിനയപൂർവ്വം ചോദിച്ചു. ഈ ചോദ്യത്തിന് ദേവദേവനായ ശ്രീകൃഷ്ണൻ ഇപ്രകാരം മറുപടി നൽകി. ധർമ്മരാജ,
സർപ്പങ്ങളിൽ ശ്രേഷ്ഠനും ഉത്തമനുമായവനെപ്പോലെ, പക്ഷികളിൽ ഗരുഡൻ ശ്രേഷ്ഠനായതുപോലെ, യജ്ഞങ്ങളിൽ അശ്വമേധയജ്ഞം ശ്രേഷ്ഠമായതുപോലെ, നദികളിൽ ഗംഗാനദി ഉത്തമമായതുപോലെ, മനുഷ്യരിൽ ബ്രാഹ്മണൻ ശ്രേഷ്ഠനായതുപോലെ, വ്രതങ്ങളിൽ വെച്ച് ഏകാദശി വ്രതം സർവോത്തമമാണ്. രാജോത്തമ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാകും. ആയിരക്കണക്കിന് വർഷത്തെ തപസ്സുകൊണ്ട് ലഭിക്കുന്ന പുണ്യരാശി കേവലം ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ സിദ്ധിക്കും. ഈ ഏകാദശിയുടെ മഹത്വം പറയുന്ന ഒരു കഥയുണ്ട്. ആ കഥ ഞാൻ നിനക്ക് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേൾക്കൂ എന്ന് ശ്രീകൃഷ്ണൻ ധർമ്മരാജനോട് പറയാൻ തുടങ്ങി. പണ്ട് മഹിഷ്മന്ദൻ എന്ന ഒരു പ്രശസ്തനായ രാജാവ് ചമ്പാവതിപുരം ഭരിച്ചിരുന്നു. ആ രാജാവിന് 4 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ മൂത്തവനായ ലംബകൻ വലിയ പാപിയായിരുന്നു. ബ്രാഹ്മണരെയും വൈഷ്ണവരെയും ദേവതകളെയും എപ്പോഴും നിന്ദിക്കുന്ന സ്വഭാവമുള്ള ലംബകൻ ചൂതാട്ടത്തിലും വ്യഭിചാരത്തിലും താൽപ്പര്യമുള്ളവനായിരുന്നു. അതുകൊണ്ട് രാജാവ് അവനെ രാജ്യത്തുനിന്ന് പുറത്താക്കി. അപ്പോൾ ലംബകൻ കാട്ടിൽ താമസിച്ചുകൊണ്ട് രാത്രികാലങ്ങളിൽ തന്റെ പിതാവിന്റെ രാജ്യത്തിലെ ജനങ്ങളുടെ ധനം കൊള്ളയടിച്ചിരുന്നു. അങ്ങനെ അവൻ ധനം കൊള്ളയടിച്ചപ്പോഴും രാജകുമാരനാണെന്ന് കരുതി ജനങ്ങൾ അവനെ വെറുതെ വിട്ടു. ഒന്നും കിട്ടാതെ ലംബകൻ നല്ല മാംസം കഴിച്ച് ജീവിതം കഴിച്ചുകൂട്ടി. അവൻ താമസിച്ചിരുന്ന വനത്തിൽ ഒരു അശ്വത്ഥവൃക്ഷം ഉണ്ടായിരുന്നു. അത് ദേവന്മാരെപ്പോലെ പൂജനീയമായിരുന്നു. ലംബകൻ ആ മരത്തിന്റെ ചുവട്ടിൽ കുറച്ചുകാലം ജീവിച്ചു. അവൻ അങ്ങനെ ജീവിച്ചിരുന്ന സമയത്ത് ആകസ്മികമായി മാർഗശീർഷ കൃഷ്ണ പക്ഷെ ഏകാദശി വന്നു. ക്ഷീണവും ബലഹീനതയും കാരണം ലംബകൻ ഏകാദശിക്ക് തലേദിവസം ബോധം കെടുകയും ഏകാദശി ദിവസം ഉച്ചയോടെ തിരികെ ബോധം ലഭിക്കുകയും ചെയ്തു. വിശപ്പ് കൊണ്ട് അവൻ എത്രമാത്രം ദുർബലനായിരുന്നെന്നാൽ ആ ദിവസം അവന് മൃഗങ്ങളെ കൊല്ലാനുള്ള അവസരം ലഭിച്ചില്ല. അപ്പോഴേക്കും സൂര്യാസ്തമയമായി. വിശപ്പ് കാരണം ആ രാത്രി മുഴുവൻ ലംബകൻ ഉറക്കം വന്നില്ല. അതോടെ അറിയാതെ തന്നെ ആ രാത്രി അവൻ ജാഗരണം ചെയ്തു. ആ ദിവസം മുഴുവൻ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഉപവാസം ചെയ്തതുപോലെയായി. രാത്രി മുഴുവൻ ഉണർന്നിരുന്നതുകൊണ്ട് ജാഗരണം ചെയ്ത ഫലം ലഭിച്ചു. ഉപവാസവും ജാഗരണ ഫലവും കാരണം അവൻ സഫല ഏകാദശി വ്രതപാലനം ചെയ്തുപോലെയായി. സാധകൻ ചെയ്യുന്ന വ്രതപാലനത്തെ വിഷ്ണുമൂർത്തി നന്നായി സ്വീകരിക്കുന്നു. ഈ ഏകാദശി വ്രതപാലന ഫലമായി ലംബകൻ ഐശ്വര്യപൂർണമായ രാജ്യം ലഭിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഒരു ദിവ്യമായ കുതിര അവന്റെ മുന്നിൽ വന്നു നിന്നു. ആ സമയത്ത് ഒരു അശരീരി ലംബകനോട് പറഞ്ഞു, കുമാരാ കുമാരാ, ശ്രീ മഹാവിഷ്ണുവിന്റെ കൃപയാലും സഫല ഏകാദശിയുടെ പ്രഭാവത്താലും നിനക്കിപ്പോൾ രാജ്യം ലഭിക്കും. നിനക്കത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഭരിക്കാൻ കഴിയും. അതുകൊണ്ട് നീ നിന്റെ അച്ഛന്റെ അടുത്ത് പോയി രാജ്യം അനുഭവിക്കുക എന്ന് പറഞ്ഞു. ആ ആജ്ഞ പ്രകാരം ലംബകൻ അച്ഛന്റെ അടുത്ത് പോയി നടന്നതെല്ലാം പറഞ്ഞ് താൻ മാറിയെന്ന് പറഞ്ഞ് രാജ്യം നേടി. അതിനുശേഷം അവൻ ഉത്തമയായ ഭാര്യയെ നേടി പുത്രവാനായി. അതിനുശേഷം അവൻ സന്തോഷത്തോടെ രാജ്യഭരണം ചെയ്തു. അതുകൊണ്ട് ധർമ്മരാജ, സഫല ഏകാദശി ആചരിക്കുന്നതിലൂടെ മനുഷ്യൻ ഈ ജന്മത്തിൽ യശ് നേടുകയും അടുത്ത ജന്മത്തിൽ മോക്ഷം നേടുകയും ചെയ്യും. ഈ ഏകാദശി ആചരിക്കുന്നവർ ധന്യരാണ്. ഈ ഏകാദശി ആചരിക്കുന്നതിലൂടെ അശ്വമേധ യാഗത്തിന്റെ ഫലം ലഭിക്കും എന്ന് ശ്രീകൃഷ്ണൻ ധർമ്മരാജാവിന് സഫല ഏകാദശിയുടെ മഹത്വം വിശദീകരിച്ചു. ഈ ഏകാദശി ദിവസം വിഷ്ണുവിന് ചെയ്യുന്ന പൂജകളാൽ കോടി ജന്മങ്ങളുടെ പുണ്യം നേടാനാകും. അതിനാൽ ഈ ഏകാദശി ദിവസം വിഷ്ണുവിനെയോ വെങ്കടേശ്വര സ്വാമിയെയോ തീർച്ചയായും പൂജിക്കുക. ഇന്ന് പൂജ ചെയ്യുന്ന സ്ത്രീകൾ തലസ്നാനം ചെയ്ത് വീടാകെ മഞ്ഞൾ വെള്ളം തളിച്ച് വീട്ടിൽ സ്വാമിക്ക് പൂജ ചെയ്യണം. സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയിൽ തുളസി ദളങ്ങൾ ഒന്നാണ്. അതിനാൽ നിങ്ങളുടെ പൂജാമുറിയിലുള്ള സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ കുറച്ച് തുളസി ദളങ്ങൾ വെച്ച് സ്വാമിക്ക് ദീപാരാധന നടത്തുക. ഈ ദിവസം എണ്ണ ഉപയോഗിച്ച് വേണം ദീപാരാധന നടത്താൻ. പ്രധാനമായും സ്വാമിയുടെ പൂജയിൽ ഒരു പിണ്ടി ദീപം കത്തിച്ചാൽ കൂടുതൽ
നല്ലതാണ്. കടബാധ്യതകളാൽ ബുദ്ധിമുട്ടുന്നവർ ഇന്ന് 11 ഏലക്കായ ഒരു നൂലിൽ കോർത്ത് ഒരു ഏലക്കായ മാല ഉണ്ടാക്കി ആ ഏലക്കായ മാല സ്വാമിയുടെ ചിത്രത്തിൽ അർപ്പിക്കുക. ഈ ദിവസം സ്വാമിക്ക് ഏലക്കായ മാല സമർപ്പിച്ചാൽ കടബാധ്യതകളെല്ലാം ഒഴിഞ്ഞു പോകും. ഇനി സ്വാമിക്ക് നൈവേദ്യമായി ഒരു ശർക്കര കഷ്ണം സമർപ്പിക്കുക. കൂടാതെ ഏകാദശി ദിവസം സ്വാമിയെ പൂജിക്കുമ്പോൾ ഓം ഗോവിന്ദായ നമ എന്ന് മന്ത്രം ചൊല്ലി പൂജ ചെയ്യുക. അവസാനം സ്വാമിക്ക് ആരതി ഒഴിഞ്ഞ് നമസ്കരിക്കുക. ഈ പുണ്യ ഏകാദശി ദിവസം ഒരു ചെറിയ ദാനം ചെയ്താൽ ജന്മജന്മാന്തരങ്ങളിലെ പുണ്യം ലഭിക്കും. അതുകൊണ്ട് ഈ പുണ്യ ഏകാദശി ദിവസം അരി, ഗോതമ്പ്, ശർക്കര എന്നിവ ദാനം ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ ധനധാന്യങ്ങൾക്ക് കുറവുണ്ടാകില്ലെന്നും സുഖസന്തോഷങ്ങൾക്ക് കുറവുണ്ടാകില്ലെന്നും മുതിർന്നവർ പറയുന്നു. അതുപോലെ ഈ ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രം സന്ദർശിച്ചാൽ കോടി ഇരട്ടി പുണ്യം ലഭിക്കുമെന്ന് ബ്രഹ്മാവ് നാരദ മഹർഷിയോട് പറഞ്ഞു. അതുകൊണ്ട് നിർബന്ധമായും ഈ ദിവസം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോകുക. ഈ ഏകാദശി ദിവസം സ്ത്രീകൾ കരയരുത്. സ്ത്രീകൾ കരയുന്ന വീട്ടിൽ ലക്ഷ്മി ദേവി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ ഈ ദിവസം ആർക്കും കടം കൊടുക്കരുത്, കടം വാങ്ങരുത്. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഈ തെറ്റായ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഈ ദിവസം ചെയ്യുന്ന ഗോസേവയ്ക്ക് ജന്മജന്മാന്തരങ്ങളിലെ ഭാഗ്യം ലഭിക്കും. അതിനാൽ ഇന്ന് നിങ്ങളുടെ അടുത്തുള്ള ഗോശാലയിൽ പോയി ഗോമാതാവിന് പച്ചപ്പുല്ല് ഭക്ഷണമായി നൽകുക. അതുപോലെ വാഴപ്പഴവും നൽകുക. ഇങ്ങനെ ഏകാദശി ദിവസം ഗോമാതാവിന് ഭക്ഷണം നൽകിയാൽ നിങ്ങളുടെ കുടുംബത്തിന് മുഴുവൻ എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കും. ഏകാദശി ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ജാതക ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞുപോകും. കൂടാതെ ഈ ഏകാദശി ദിവസം തുളസിയിലകൾ പറിക്കരുത്. അതിനാൽ പൂജയിൽ ഉപയോഗിക്കുന്ന തുളസിയിലകൾ ഒരു ദിവസം മുൻപേ തയ്യാറാക്കി വെക്കുക. ഏകാദശി ദിവസം തലയിൽ എണ്ണ തേക്കരുത്. ഏകാദശി ദിവസം തലയിൽ എണ്ണ തേച്ചാൽ ആയുസ് കുറയുമെന്ന് പറയാറുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവുകൾ ഉണ്ടെങ്കിൽ ഈ ഏകാദശി ദിവസം നിങ്ങളുടെ വീടിന്റെ വാതിൽപ്പടിയിൽ നാരങ്ങകൾ കെട്ടുക. അങ്ങനെ കെട്ടുന്നത് വഴി നിങ്ങളുടെ വീട്ടിലെ പണപ്രശ്നങ്ങൾ ഒഴിഞ്ഞുപോകും. ഈ ഏകാദശി ദിവസം ഒരു മഞ്ഞ വസ്ത്രമെടുത്ത് അതിൽ 7 ഗ്രാമ്പൂ ഇട്ട് അതൊരു കെട്ടാക്കി നിങ്ങളുടെ അലമാരയിൽ സൂക്ഷിക്കുക. ഏകാദശി ദിവസം ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വീട്ടിലേക്ക് ധാരാളം പണം വരും. അതുപോലെ ഈ ഏകാദശി ദിവസം 11 തവണ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാണനെ എന്ന ഈ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. വിഷ്ണുവിന്റെ അനുഗ്രഹം ലഭിക്കും. നിങ്ങൾക്ക് എല്ലാ നല്ല കാര്യങ്ങളും സംഭവിക്കും. ഈ ഏകാദശി ദിവസം സ്ത്രീകൾ ഒരു പ്രത്യേക കറി ഉണ്ടാക്കിയാൽ കോടി ജന്മങ്ങളിലെ പുണ്യത്തോടൊപ്പം അഷ്ടൈശ്വര്യങ്ങളും ലഭിക്കുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ആദ്യം ഈ ഏകാദശി ദിവസം സ്ത്രീകൾ തീർച്ചയായും ഓർമ്മിച്ചു പാചകം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കറിയാണ് വെണ്ടയ്ക്ക. ഈ ദിവസം തീർച്ചയായും വെണ്ടയ്ക്ക കഴിക്കണം. ഈ ദിവസം വെണ്ടയ്ക്ക കഴിച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാകും. വെണ്ടയ്ക്കയിലുള്ള വഴുവഴുപ്പ് എങ്ങനെയാണോ വഴുതിപ്പോകുന്നത്, അതുപോലെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും കടബാധ്യതകളും അതുപോലെ വഴുതിപ്പോകുന്നു. പ്രത്യേകിച്ച് എത്ര സമ്പാദിച്ചാലും കയ്യിൽ പണം നിൽക്കുന്നില്ല എന്ന് കരുതുന്നവർ കടബാധ്യതകൾ കൂടുതലാണ് എന്ന് കരുതുന്നവർ ഇന്ന് വെണ്ടയ്ക്ക പുളിശ്ശേരിയിലോ ഫ്രൈയിലോ അല്ലെങ്കിൽ പരിപ്പ് ചാറിലോ ചേർത്ത് പാചകം ചെയ്ത് കഴിക്കുക. ഇതുകൊണ്ട് നിങ്ങളുടെ ജാതകത്തിൽ ധനസ്ഥാനം ബലപ്പെടുകയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും. കിട്ടാനുള്ള കടങ്ങൾ തിരികെ ലഭിക്കും. അതുകൊണ്ട് നാളെ മാർക്കറ്റിൽ പോകുമ്പോൾ മറക്കാതെ ഇളം വെണ്ടയ്ക്ക വാങ്ങുക. അവ പാചകം ചെയ്ത് കഴിക്കുക. അതുപോലെ ഏകാദശി ദിവസം തീർച്ചയായും കഴിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പദാർത്ഥം ഉലുവയാണ്.
ഉലുവ ചാർ, ഉലുവ പരിപ്പ് അല്ലെങ്കിൽ ഉലുവ കൊണ്ട് ഉണ്ടാക്കിയ വിഭവങ്ങൾ ഈ ഏകാദശി ദിവസം കഴിക്കുന്നത് ദോഷങ്ങൾ ഇല്ലാതാക്കും. ഈ ഏകാദശി നാളിൽ ഉലുവ ആഹാരമായി കഴിച്ചാൽ എല്ലാ ഗ്രഹദോഷങ്ങളും ഒഴിഞ്ഞുപോകും. ഗ്രഹങ്ങൾ ശാന്തമാകും. നിങ്ങൾക്ക് വരാനിരിക്കുന്ന ദോഷങ്ങൾ മാറിപ്പോകും. ഈയിടെയായി ആരോഗ്യം ശരിയല്ല എന്ന് കരുതുന്നവർ ഉലുവ കഴിക്കുന്നത് കൊണ്ട് രോഗപ്രതിരോധ ശക്തിയും വർദ്ധിക്കും. ഉലുവ കഴിക്കുന്നത് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കും. ഭയങ്ങൾ ഇല്ലാതാകും. അതിനാൽ ഇന്ന് കുറഞ്ഞത് ഉലുവ രസമെങ്കിലും ഉണ്ടാക്കി ചോറിൽ ചേർത്ത് കഴിക്കുക. നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും ഇല്ലാതാകും. അടുത്തതായി പറയാനുള്ള അത്ഭുതകരമായ കറി മുരിങ്ങയില കറിയാണ്. മുരിങ്ങമരം സാക്ഷാൽ ദൈവസ്വരൂപമാണ്. ഈ ഏകാദശി ദിവസം മുരിങ്ങയില കറി കഴിച്ചാൽ വലിയ ധനലാഭം ഉണ്ടാകും. മുരിങ്ങയില നമ്മുടെ ജാതകത്തിലെ ശുക്രദോഷങ്ങളെ ഇല്ലാതാക്കും. ശുക്രൻ എന്നാൽ ഭോഗഭാഗ്യങ്ങൾക്ക് കാരണക്കാരനാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ളവരും കടം കാരണം പ്രശ്നങ്ങളുള്ളവരും ഇന്ന് മുരിങ്ങയില പരിപ്പിൽ ചേർത്തോ പൊടി കറിയായോ ഉണ്ടാക്കി കഴിക്കുക. ഇത് ദാരിദ്ര്യം ഇല്ലാതാക്കുകയും അപ്രതീക്ഷിത വഴികളിലൂടെ പണം കയ്യിൽ എത്തുകയും ചെയ്യും. നിങ്ങളുടെ ഭർത്താവിന് ഈ കറി ഉണ്ടാക്കി കൊടുത്താൽ നല്ല ആരോഗ്യം ലഭിക്കും. ജോലിയിലും ബിസിനസ്സിലും നല്ല പുരോഗതി കാണാൻ സാധിക്കും. അതുപോലെ ഈ ഏകാദശി ദിവസം ചുരയ്ക്ക കറി കഴിച്ചാൽ കഷ്ടപ്പാടുകൾ ഇല്ലാതാകും. ഇത് വിഷ്ണുവിന് പ്രിയപ്പെട്ടതാണ്. ഏകാദശി നല്ല ദിവസവുമായി ചേർന്നു വന്നതുകൊണ്ട് ചുരയ്ക്ക കറി കഴിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മഞ്ഞുപോലെ അലിഞ്ഞുപോകും. വീട്ടിൽ വഴക്കുകൾ, മനസമാധാനമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചുരയ്ക്ക കറി കഴിക്കുക. ഇത് മനസ്സിനെ ശാന്തമായി നിലനിർത്തുന്നു. സങ്കടങ്ങൾ കുറയ്ക്കുന്നു. ചുരയ്ക്കയിൽ വെള്ളം ഉള്ളതുപോലെ നമ്മുടെ കഷ്ടപ്പാടുകളും വെള്ളം പോലെ അലിഞ്ഞുപോകും. ഇന്ന് ചുരയ്ക്ക പുളിശ്ശേരി, ചുരയ്ക്ക ഹൽവ, ചുരയ്ക്ക വടികൾ അല്ലെങ്കിൽ പാൽ ചേർത്ത് കറി വെച്ച് കഴിച്ചാൽ ആയുരാരോഗ്യത്തോടൊപ്പം മാനസിക സമാധാനവും ലഭിക്കും. ബണ്ടക്കായ, ഉലുവ, മുരിങ്ങയില, ചുരയ്ക്ക ഈ 4 കറികളിൽ നിന്ന് ഇന്ന് നിങ്ങൾ ഏത് കറി കഴിച്ചാലും വളരെ നല്ല ഫലങ്ങൾ ഉണ്ടാകും. കോടി ജന്മങ്ങളുടെ പുണ്യത്താൽ അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കും. വിഷ്ണുവിന്റെ അനുഗ്രഹം ഉണ്ടാകും. ശിവന്റെ അനുഗ്രഹം ഉണ്ടാകും. സാമ്പത്തിക പ്രശ്നങ്ങൾ മാറും. സകല സമ്പത്തും സിദ്ധിക്കും. അതുകൊണ്ട് ഇന്ന് വീട്ടിലെ സ്ത്രീകൾ നിർബന്ധമായും ഈ കറികൾ പാചകം ചെയ്യുക. വീട്ടിലുള്ള എല്ലാവരും ഇന്ന് ഈ കറികളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിലൂടെ ശിവന്റെ പൂർണ്ണമായ അനുഗ്രഹത്താൽ നിങ്ങൾ അപരകുബേരന്മാരായി മാറാൻ അവസരം ലഭിക്കും. നിങ്ങൾക്ക് എല്ലാ നല്ല കാര്യങ്ങളും സംഭവിക്കും. ഈ ഏകാദശി ദിവസം അബദ്ധത്തിൽ പോലും കഴിക്കരുതാത്തതും പാചകം ചെയ്യരുതാത്തതുമായ മഹാ അപകടകരമായ കറി പടവലങ്ങയാണ്. ഈ ഒരു ദിവസം പടവലങ്ങയെ വീടിന്റെ അടുത്ത് പോലും കൊണ്ടുവരരുത്. പുരാണങ്ങൾ അനുസരിച്ച് പടവലങ്ങയെ പാമ്പിന്റെ രൂപമായും ഗോമാംസത്തിന് പകരമായും കണക്കാക്കുന്നു. പവിത്രമായ ഏകാദശി തിങ്കളാഴ്ച ദിവസം പടവലങ്ങ കഴിക്കുന്നത് മഹാപാപമാണ്. ഇന്ന് പടവലങ്ങ പാചകം ചെയ്താൽ സാക്ഷാൽ ഗോമാംസം പാചകം ചെയ്ത അത്രയും പാപം ചുറ്റിപ്പറ്റും. ചെയ്ത പൂജകളെല്ലാം പാഴായി പോകും. ദാരിദ്ര്യം പിടികൂടും. ഉള്ള പണം ഇല്ലാതാകും. അനാവശ്യമായ വഴക്കുകളും കോടതി കേസുകളും വരാൻ സാധ്യതയുണ്ട്. അതിനാൽ സ്ത്രീകൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഇന്ന് പടവലം കത്തിക്കൊണ്ട് മുറിക്കുന്നതും ദോഷമാണ്. വേണമെങ്കിൽ അടുത്ത ദിവസം പാചകം ചെയ്യാം. എന്നാൽ ഈ ഏകാദശി തിഥി ഉള്ളിടത്തോളം കാലം പടവലത്തിന്റെ അടുത്ത് പോകരുത്. അതുപോലെ പടവലത്തോടൊപ്പം ഇന്ന് തീർച്ചയായും ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യം നോൺ വെജ് ആണ്. ഈ പുണ്യദിനത്തിൽ മുട്ട, ചിക്കൻ, മട്ടൻ, ചെമ്മീൻ, ഞണ്ട് തുടങ്ങിയവ തീരെ കഴിക്കരുത്. ഏകാദശി എന്നാൽ പുണ്യദിനമാണ്, ജീവഹിംസ ചെയ്യുന്ന ദിവസമല്ല. ഇന്ന് നോൺ വെജ് കഴിച്ചാൽ ആ പാപം നിങ്ങളുടെ വംശത്തിനും നിങ്ങളുടെ കുട്ടികൾക്കും ചുറ്റിപ്പറ്റും. വീട്ടിൽ പാചകം ചെയ്യുക മാത്രമല്ല, പുറത്തു നിന്ന് കഴിക്കുന്നതും ഒഴിവാക്കുക. മസാല ചേർത്ത കറികളും ഉള്ളി, വെളുത്തുള്ളി എന്നിവയും കുറയ്ക്കുന്നത് നല്ലതാണ്. സാത്വിക ഭക്ഷണം കഴിച്ചാൽ മനസ്സ് നിർമ്മലമായി വിജയങ്ങൾ ലഭിക്കും. അതിനാൽ ഏകാദശി നാളിൽ പടവലങ്ങയും മാംസാഹാരവും പൂർണ്ണമായും ഒഴിവാക്കി
വെണ്ടയ്ക്ക, ചുരയ്ക്ക, മുരിങ്ങയില, ഉലുവ തുടങ്ങിയ കറികളുണ്ടാക്കി ദൈവത്തിന് നിവേദ്യമായി കരുതി കഴിക്കുക. ആ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ വീട് ഐശ്വര്യവും സമ്പത്തും കൊണ്ട് നിറയും. കഷ്ടപ്പാടുകളെല്ലാം തീരും. അതുകൊണ്ട് എല്ലാവരും ഈ ഏകാദശി ദിവസം ഈ ഭക്ഷണ നിയമങ്ങൾ പാലിച്ച് നല്ല ഫലങ്ങൾ നേടുക. പ്രത്യേകിച്ച് ഏകാദശി ദിവസം രാവിലെ കുളിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് അടുത്തുള്ള വേപ്പ് മരത്തിന്റെ അടുത്തേക്കോ നെല്ലി മരത്തിന്റെ അടുത്തേക്കോ പോകുക. പോയി ആദ്യം ആ മരത്തിന് ഒരു ചെമ്പ് വെള്ളം സമർപ്പിക്കുക. അതിനുശേഷം സാധിക്കുമെങ്കിൽ മരത്തിന് ചുറ്റും 11 പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്ത ശേഷം മരത്തെ 11 തവണ സ്പർശിക്കുക. അങ്ങനെ സ്പർശിക്കുമ്പോൾ ഞങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം മാറണം. ഞങ്ങളുടെ വീട്ടിൽ ലക്ഷ്മിദേവി നാരായണനോടൊപ്പം വന്ന് കുടിയിരിക്കണം. ഞങ്ങൾക്ക് ധനലാഭം ഉണ്ടാകണമെന്ന് സങ്കൽപ്പിക്കുക. അതിനുശേഷം കുറച്ചുനേരം ആ മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുക. 2 മിനിറ്റ് ഇരുന്നിട്ട് മരത്തിൽ നിന്ന് വരുന്ന കാറ്റ് ശ്വസിക്കുക. പ്രകൃതിയെ ആസ്വദിക്കുക. ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിച്ചാൽ മനസ്സിന് വളരെ ശാന്തത ലഭിക്കും. അതുവഴി പലതരം രോഗങ്ങൾ മാറും. പ്രത്യേകിച്ച് ഏകാദശി ദിവസം വേപ്പ് മരത്തെയോ നെല്ലിമരത്തെയോ സ്പർശിച്ചാൽ ലക്ഷ്മീദേവിയുടെ അനുഗ്രഹവും വിഷ്ണുവിന്റെ അനുഗ്രഹവും ലഭിക്കും. വളരെ നല്ലത് സംഭവിക്കും. നെല്ലിമരത്തെ ശ്രീ മഹാവിഷ്ണുവിന്റെ രൂപമായി കണക്കാക്കുന്നു. നെല്ലിക്ക ലക്ഷ്മീദേവിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഈ മരത്തെ ശ്രീ മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ കൂടുതലായി ആരാധിക്കാറുണ്ട്. നെല്ലിക്കയുടെ മുകളിൽ തിരികൾ വെച്ച് കത്തിക്കുന്ന ഒരു പാരമ്പര്യവുമുണ്ട്. നെല്ലിമരത്തിൽ നിരവധി ഔഷധഗുണങ്ങളുണ്ട്. ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന പ്രസിദ്ധമായ ഔഷധമായ ത്രിഫല ചൂർണത്തിൽ നെല്ലിക്കപ്പൊടിയും ഒരു ഭാഗമാണ്. നെല്ലിമരത്തെ പൂജിച്ചാൽ എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളിലും വിഷ്ണുപൂജ ചെയ്ത ഫലം ലഭിക്കും. നെല്ലിമരം വിഷ്ണുവിന് മാത്രമല്ല ശിവനും വളരെ ഇഷ്ടമാണ്. ശ്രീ ലക്ഷ്മിദേവി ഭൂമിയിലേക്ക് വന്നു. ആ സമയത്ത് ശിവകേശവന്മാരെ പൂജിക്കാൻ ആഗ്രഹിച്ചു. ഇരുവരെയും ഒരേ സമയം പൂജിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ അവൾ നെല്ലിമരം തിരഞ്ഞെടുത്ത് നെല്ലിമരത്തെ പൂജിച്ച് ശിവകേശവന്മാരുടെ അനുഗ്രഹം നേടിയെന്ന് പുരാണങ്ങൾ പറയുന്നു. ശിവകേശവന്മാർ നെല്ലിമരത്തിൽ വസിക്കുന്നുവെന്ന് ഈ കഥയിലൂടെ മനസ്സിലാക്കാം. മാത്രമല്ല നെല്ലിമരത്തിന്റെ താഴെ ഭാഗത്ത് ബ്രഹ്മാവും ഉണ്ടാകുമെന്ന് വിശ്വാസമുണ്ട്. നെല്ലിമരത്തിന്റെ ചുവട്ടിൽ പുരാണ കാലക്ഷേപം ചെയ്താൽ ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങൾ നശിക്കും. മാത്രമല്ല വേപ്പ് മരവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഹിന്ദുമതത്തിൽ ചില മരങ്ങൾ പൂജനീയമായ മരങ്ങളായും പവിത്രമായ മരങ്ങളായും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ വേപ്പ് മരവും ഒന്നാണ്. വേപ്പ് മരം ആരോഗ്യപരമായി ഗുണം ചെയ്യുന്നതിനോടൊപ്പം വാസ്തുപരമായും നിരവധി പ്രയോജനങ്ങൾ നൽകുന്നു. ഒരു ശുഭകരമായ ചടങ്ങായാലും ഉത്സവമായാലും മാവിലകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ, നമ്മുടെ പാരമ്പര്യത്തിൽ അവയ്ക്ക് എത്രത്തോളം സ്ഥാനമുണ്ടോ, അത്രത്തോളം പ്രാധാന്യം വേപ്പിലേക്കുമുണ്ട്. വേപ്പ് വളരെ പവിത്രമായ ഒന്നാണ്. വൈദ്യശാസ്ത്രത്തിൽ ഇതിന്റെ പങ്കിനെക്കുറിച്ച് കൗടില്യൻ അർത്ഥശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുണ്ട്. നമ്മുടെ പുരാതന ആയുർവേദത്തിലും വേപ്പിനെക്കുറിച്ച് നിരവധി തെളിവുകളുണ്ട്. ഭൂമിയിൽ അമൃതിന്റെ തുള്ളികൾ വീണപ്പോൾ അത് വേപ്പായി മുളച്ചുവെന്ന് പുരാണങ്ങളിൽ കഥകളായി എഴുതിയിട്ടുണ്ട്. വേപ്പ് പലവിധത്തിൽ ഉപയോഗപ്രദമാണ്. വൈദ്യദേവനായ ധന്വന്തരിയായി വേപ്പിനെയാണ് ആരാധിക്കുന്നത്. ജീവിതകാലം മുഴുവൻ ഒരാൾ ഒരു വേപ്പ് മരം നടുന്നവർക്ക് സ്വർഗത്തിൽ നേരിട്ട് എത്താൻ കഴിയുമെന്ന് ശാസ്ത്രം പറയുന്നു. അതുകൊണ്ട് നിങ്ങളും നാളെ വേപ്പ് മരമോ അല്ലെങ്കിൽ രാഗി നെല്ലിക്ക മരങ്ങളോ ഏകാദശി ദിവസം സ്പർശിച്ച് ശുഭഫലങ്ങൾ നേടുക. ഈ കലിയുഗത്തിൽ പലർക്കും ഏകാദശിയുടെ പ്രാധാന്യം അറിയില്ല. ഏകാദശി ദിവസം പലതരം തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ഏകാദശി എന്നാൽ ഏക പ്ലസ് ദശ, അതായത് 11 എന്ന അർത്ഥം. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, ഒരു മനസ്സ്, ഈ 11 ഉള്ളതുകൊണ്ടാണ് നമ്മുടെ
ജീവിതം മുന്നോട്ടു പോകുന്നത്. ഈ 11 ഇന്ദ്രിയങ്ങളെ പവിത്രമായി നിയന്ത്രിക്കുന്നതാണ്. ഏകാദശി നാവ്, മൂക്ക്, ചെവി, കണ്ണ്, ചർമ്മം. ഇവ 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ്. ഇവയിലൂടെയാണ് നമുക്ക് അനുഭവങ്ങൾ അറിയാൻ കഴിയുന്നത്. ഏകാദശി ദിവസം ഈ 5നെയും പവിത്രമായി സൂക്ഷിക്കണം. നാവിനെ പരിശുദ്ധമായി സൂക്ഷിക്കാൻ മാംസം, മദ്യം, താമ്പൂലം എന്നിവ ഉപേക്ഷിക്കണം. മറ്റുള്ളവരുടെ ഭക്ഷണം ഏകാദശി ദിവസം ഒഴിവാക്കണം. അതുപോലെ ചെവി, മൂക്ക്, കണ്ണ്, ചർമ്മം എന്നിവയും പരിശുദ്ധമായിരിക്കണം. അതായത് അയൽക്കാരെക്കുറിച്ച് കുറ്റം പറയുന്നത് കേൾക്കാതെയും കാണരുതാത്തത് കാണാതെയും ഇരുന്നാൽ ഈ ജ്ഞാനേന്ദ്രിയങ്ങളെ പരിശുദ്ധമായി സൂക്ഷിച്ചതായി കണക്കാക്കാം. അതുപോലെ ഏകാദശി ദിവസം അഭ്യംഗന സ്നാനം ചെയ്യരുത്. അതായത് എണ്ണ തേച്ചുള്ള കുളി പാടില്ല, കാരണം അത് ഭോഗദായകമാണ്. അതുപോലെ ഏകാദശി ദിവസം ക്ഷൗരം ചെയ്യരുത്. തലയിൽ വെള്ളം ഒഴിച്ച് കുളിക്കാം. മൃത്തിക സ്നാനം ചെയ്താൽ കൂടുതൽ നല്ലതാണ്. മൃത്തിക സ്നാനം എന്നാൽ മണ്ണ്, എള്ളുപൊടി, ചാണകം ഈ 3 ചേർത്ത് ശരീരത്തിൽ തേച്ച് കുളിച്ചാൽ അതിനെ മൃതിക സ്നാനം എന്ന് പറയുന്നു. ഈ 3 വസ്തുക്കൾക്ക് ദിവ്യമായ ഔഷധ ഗുണങ്ങളുണ്ട്. ഈ മൃതിക സ്നാനം ചെയ്യുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. വാക്ക്, കൈകൾ, കാൽ, മലദ്വാരം, മൂത്രദ്വാരം ഈ 5 കർമ്മേന്ദ്രിയങ്ങൾ. ഈ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും ഒരു തെറ്റും ചെയ്യരുത്. അതായത് മറ്റുള്ളവരെ അപമാനിക്കരുത്, വേദനിപ്പിക്കരുത്, ദുഷ്ടരുമായി ചർച്ചകൾക്കും വാദങ്ങൾക്കും പോകരുത്. അതുപോലെ ദശമി രാത്രി മുതൽ ദ്വാദശി ദിവസം പാരണ ചെയ്യുന്നതുവരെ ബ്രഹ്മചര്യം പാലിക്കണം. ഇങ്ങനെ ഈ തെറ്റുകൾ ചെയ്യാതിരുന്നാൽ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയെല്ലാം പവിത്രമായിരിക്കും. ഇത് ഏകാദശി ചെയ്യുന്നതാണ്. ഈ രീതിയിൽ ഏകാദശി പൂജ ചെയ്യണം. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളും 65 വയസ്സിന് മുകളിലുള്ള വൃദ്ധരും ഏകാദശി ഉപവാസം എടുക്കരുത്. ഗൃഹസ്ഥർക്കും ബ്രഹ്മചാരികൾക്കും സന്യാസിമാർക്കും വിധവകൾക്കും ആർക്കും ഏകാദശി അനുഷ്ഠിക്കാം. ഏത് ജാതിയിലുള്ളവർക്കും അനുഷ്ഠിക്കാം. അതിനാൽ ആരോഗ്യപരമായും ആത്മീയപരമായും നിരവധി പ്രയോജനങ്ങൾ നൽകുന്ന ഏകാദശി ആരും ഉപേക്ഷിക്കരുത്. ഏകാദശി അനുഷ്ഠിച്ച് ശുഭഫലങ്ങൾ നേടുക. വിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ സന്തോഷത്തോടെ ജീവിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.